ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ നടന്നുകൂടാ എന്ന് താല്പര്യപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ്. ഇടുക്കി പള്ളിവാസലിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. വിനോദസഞ്ചാരികളായ 8 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നൽകുന്ന വിവരം. 3 പേരെ വെള്ളത്തൂവൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാര്യം വിനോദസഞ്ചാരികളെയൊക്കെ നമ്മൾ ആതിഥ്യ മര്യാദയോടെ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടായത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, നമ്മുടെ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ തന്നെ ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ടെമ്പറമെൻ്റ് ഉള്ള ആൾക്കാരാണ് കേരളീയർ. അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടായത്, എന്തായിരുന്നു കാരണം? പള്ളിവാസലിൽ വെച്ചായിരുന്നു ഈ സംഭവത്തിൻ്റെ തുടക്കം. ആദ്യമേ തന്നെ പറയട്ടെ, ഇരു കൂട്ടരുടെയും ഭാഗത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് 26 പേരടങ്ങുന്ന സംഘമാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയത്. അതിൽ അവർ പള്ളിവാസലിന് പോയിരുന്നു. പള്ളിവാസലിൽ എത്തിയതിനു ശേഷം ഈ വിനോദസഞ്ചാര സംഘത്തിൽ നിന്ന് കുറച്ചുപേർ ഇറങ്ങുകയും അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്കിംഗ് ജീപ്പിന് മുകളിൽ കയറുകയും അതിന് മുകളിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ഇതാണ് അവിടെ കൂടി നിന്നിരുന്ന ആളുകളെ, ആ ജീപ്പ് ഡ്രൈവർമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ പ്രകോപിതരാക്കിയത് ഇതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജീപ്പിന് മുകളിൽ കയറി നിന്ന ആളുകളെ ഈ ജീപ്പ് ഡ്രൈവർമാർ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിന് പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് മൂന്നാർ പോലീസ് എത്തി സംഘർഷം അവസാനിപ്പിക്കുകയും ജീപ്പ് ഡ്രൈവർമാരായ 3 പേരെ, നാട്ടുകാരായിട്ടുള്ള 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പിന്നീട് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ പരിധി ആയതുകൊണ്ട് തന്നെ അവരെ വെള്ളത്തൂവൽ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത്. 26 പേരിൽ 8 പേർക്കാണ് ഈ വിനോദസഞ്ചാരികളിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവർ മൂന്നാർ അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ജീപ്പ് ഡ്രൈവർമാർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് 26 പേരടങ്ങുന്ന സംഘവും മദ്യപിച്ചാണ് എത്തിയത്. അവർ അനാവശ്യമായി പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു. ജീപ്പിന് മുകളിൽ ഉൾപ്പെടെ കയറി നിന്നതാണ് സംഘർഷം ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് പോലീസിന് ഈ കസ്റ്റഡിയിലുള്ള 3 പേർ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വെള്ളത്തൂവൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും എഫ്ഐആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.